റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സൗബാൻ റളിയല്ലാഹു തആല വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ ദുആ ചെയ്യണം, നബിയേ പണക്കാരനാകാൻ ദുആ ചെയ്യണം റസൂലേ, സമ്പത്തിന് വേണ്ടി ദുആ ഇറക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാനിനോട് പറയുകയാണ്, സൗബാനെ പണം കൂടണ്ട സൗബാനെ, അത് പ്രശ്നമുണ്ടാക്കുന്ന സംഗതിയാണ്, പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. സൗബാൻ റളിയല്ലാഹു തആല കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ സമ്പത്ത് എന്റെ കൈവെള്ളയിലേക്ക് വന്നാൽ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ പ്രയാസങ്ങൾ കരുതി വരുത്താം, അവർക്ക് ഞാൻ സകാത്തുകൾ കൊടുക്കാം, അവരുടെ വിഷമങ്ങളെ പ്രയാസങ്ങളെ പരിപൂർണമായി തീർത്തു കൊടുക്കാം റസൂലേ. തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്പത്തിന് വേണ്ടി നിർബന്ധം ചൊലുത്തിയതാകുന്ന സൗബാനിന് വേണ്ടി ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ചറപ്പേ, നീ സൗബാനിനെ പണക്കാരനാക്കണേ അല്ലാഹ്, സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്, സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, സൗബാൻ റളിയല്ലാഹു തആല ഏറ്റവും വലിയ ധനികനായി മാറുകയാണ്. മദീന കണ്ട ഏറ്റവും വലിയ ധനികനായി മാറി. അവസാനം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാകുന്ന സകാത്തിന്റെ വീതം പിടിച്ചെടുക്കാൻ വേണ്ടി ഖുർആനിൽ അധ്യാപനം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാനിലേക്ക് ഇതാ സ്വഹാബത്തിനെ പറഞ്ഞേക്കുകയാണ്. സൗബാന്റെ അടുക്കലേക്ക് കൂട്ടുകാരാകുന്ന സ്വഹാബത്ത് ചെന്നപ്പോ സൗബാൻ വിളിച്ചു പറയുകയാണ്, ഇന്നാല ജിസിയ, ഇതൊരു തരം ടാക്സ് ആണ്, ഞാൻ തരൂല എന്ന അർത്ഥത്തിൽ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് വളരെ ദുഃഖത്തോടുകൂടി അതിലേറെ വിരഹത്തോടുകൂടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയുകയാ, നാഫഖ സൗബാൻ മുനാഫിഖായി പോയി സാബ, മുനാഫിഖായി പോയി സാബ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങുകയാണ്, ഇനി സൗബാൻ അവന്റെ സകാത്തിന്റെ വിഹിതവുമായി തങ്ങളുടെ ചാരത്തേക്ക് വന്നാലും അവന്റെ സകാത്ത് സ്വീകരിക്കണ്ട കേട്ടോ, അവന്റെ സകാത്ത് സ്വീകരിക്കണ്ട കേട്ടോ. ഒരു കാലഘട്ടത്തിൽ പള്ളിയുടെ മാടപ്രാവായി നിലകൊണ്ടിരുന്ന, കൃത്യമായി ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുത്തിരുന്ന സൗബാൻ ആദ്യമായി സുബഹി ഒഴിവാക്കുകയാണ്. പിന്നെ ളുഹറിനെ കാണുന്നില്ല, പിന്നെ അസറിനെ കാണുന്നില്ല, പിന്നെ മഗ്രിബിന്റെ ഇശായിനില്ല, പിന്നെ ജുമുഅയ്ക്ക് പോലും വരാതാവുകയാണ്. റസൂലുള്ളാഹി അന്വേഷിക്കുമ്പോ സ്വഹാബത്ത് പറയുകയാണ്, നബിയേ കച്ചവടവുമായി വ്യാപൃതനായ സൗബാൻ പള്ളിയിലേക്ക് വരാൻ പറ്റാതായി പോയ സൗബാൻ. ഇന്ന് മുസ്ലിം സമുദായത്തിലെ പലരുടെയും അവസ്ഥ ഇതല്ലയോ? ഒരു കാലഘട്ടത്തിൽ കൃത്യമായ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിരുന്ന, 5 വഖ്ത് നമസ്കാരങ്ങൾ കൃത്യമായി ശ്രദ്ധ ചെലുത്തിയിരുന്ന, ജുമുഅ ജമാഅത്തുകൾക്ക് ശ്രദ്ധ പതിപ്പിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ പല സഹോദരങ്ങളും ഇന്ന് എവിടെയാണ്? പല സഹോദരങ്ങളും ഇന്നെവിടെയാണ്? കൃത്യമായി നമസ്കാരങ്ങൾ അടയാളപ്പെടുത്തുന്നില്ല. തഹജ്ജുദ് നമസ്കരിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്നു, ഖുനൂത്ത് ഓതിക്കൊണ്ട് കൃത്യമായി സുബഹി നമസ്കരിച്ച ഉമ്മയാണ്. ഇന്ന് സുബഹിയുടെ സമയത്ത് ഉറങ്ങുകയല്ലയോ? ഇന്ന് നമസ്കാരമില്ലാത്ത ഉറക്കമല്ലയോ? ഇന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നില്ല. പാതിരാത്രി സമയം വരെയും കാമുകനും കാമുകിയുമായി രഹസ്യമായ ഭാഷണങ്ങൾ നടത്തി പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി തന്റെ സമയങ്ങൾ മുഴുവൻ മോശപ്പെട്ട തലത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാര് മാറ്റി എഴുതിയില്ലേ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഒരു കാലഘട്ടത്തിൽ മുൻഗാമികളെപ്പെട്ട സ്വഹാബിവര്യനായ സൗബാൻ റളിയല്ലാഹു തആലാവിനെ കുറിച്ച് സ്വഹാബത്ത് പറയുകയാണ്, പള്ളിയിലെ മാടപ്രാവായിരുന്നു. സുബഹി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാത്ത സൗബാൻ, ളുഹർ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാത്ത സൗബാൻ, അസർ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാത്ത സൗബാൻ, മഗ്രിബ് ഇശായി നമസ്കരിച്ച് വിത്ർ 11 നമസ്കരിച്ചിട്ടേ സൗബാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ.
രാവിലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയിരുന്ന സൗബാൻ, വീണ്ടും ഇശാ കഴിഞ്ഞ് തിരിച്ചു പോയിരുന്ന സൗബാൻ അവസാനം പള്ളിയിലേക്ക് വരുന്നില്ല. സമ്പത്ത് കൂടിയപ്പോ, കച്ചവടം അധികരിച്ചപ്പോ, ആടുമാട് ഒട്ടകങ്ങൾ അധികമായി, അതിന്റെ ബിസിനസ്സുകൾ സമ്പൽ സമൃദ്ധമായി, മദീന കണ്ട ഏറ്റവും വലിയ ധനികനായി മാറിയപ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവനെ കുറിച്ച് മുനാഫിഖാണെന്ന് പറഞ്ഞു നിറഞ്ഞപ്പോ സൗബാൻ ഓടി വരികയാണ്. സ്വർണത്തിന്റെ കിഴികൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സകാത്തിന്റെ വിഹിതമാണ് റസൂലേ, സ്വീകരിക്കണേ റസൂലേ, സ്വീകരിക്കണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ല സൗബാൻ, നിന്റെ സകാത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ സദഖ സ്വീകരിക്കുകയില്ല, നിന്റെ സകാത്ത് അല്ലാഹു കബൂലാക്കുകയില്ല. പൊട്ടിക്കരഞ്ഞു പോയി സൗബാൻ. റസൂലുള്ള വഫാത്തായി. അടുത്ത ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണത്തിലേറി. ഈ സകാത്തിന്റെ വിഹിതവുമായി സൗബാൻ വീണ്ടും വരുകയാണ്. അബൂബക്കറിന്റെ മുന്നിലെത്തി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, റസൂലുള്ള വാങ്ങാത്ത സകാത്ത് എന്റെ കൈകളിലേക്ക് നൽകരുതേ സൗബാനെ, ഞാനത് വാങ്ങൂല. ഈ സമുദായത്തിന് ആവശ്യമില്ല സൗബാൻ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും കൊണ്ടുവരികയാണ് സ്വർണത്തിന്റെ കിഴി. വാങ്ങിയില്ല ഉമർ റളിയല്ലാഹു അൻഹു. മുത്തുനബിയും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാങ്ങാത്ത സകാത്ത് ഞാൻ വാങ്ങുകയോ? ഇല്ല വാങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പിറകോട്ട് വരികയാണ്. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ വീണ്ടും കൊണ്ടുവരികയാണ് സകാത്ത്. വാങ്ങുന്നില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹിയും റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും വാങ്ങാത്ത, അവർ രണ്ടുപേരും അംഗീകരിക്കാത്ത ഈ സകാത്ത് എന്റെ കൈകളിലേക്ക് നൽകരുതേ, ഈ സമുദായത്തിന് ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ സൗബാൻ മരണപ്പെട്ടു പോയി എങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അള്ളാഹുവിന്റെ പള്ളിയുടെ കത്തലത്തിൽ കൃത്യമായി ബാധത്തെടുത്തിരുന്ന, നമസ്കാരങ്ങൾ ചിട്ടവച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ പണം കൂടിയപ്പോ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കാത്തവനായി പോയി. നന്ദി പ്രകാശിപ്പിക്കാത്തവനായി പോയി. പൈസ കൂടി കഴിഞ്ഞപ്പോ റബ്ബിനെ മറന്നു. വഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ളതാകുന്ന ഹൃദയം ആർക്കുണ്ടോ അവൻ ദുനിയാവിലെ രണ്ടാമത്തെ നിധി അവന്റെ കയ്യിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നന്ദി എങ്ങനെ പ്രകാശിപ്പിക്കേണ്ടത്? നിസ്കരിച്ചിട്ട് തന്നെയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതിരാത്രി സമയത്ത് നമസ്കരിച്ച് വല്ലംതു സുന്നതമാൻ അഹ്യൽ വലാമ ഇലാ അനിസ്തകത ഖദമാ ഹുല്ലുറ മിൻ വറമി. പാതിരാത്രി സമയത്ത് നമസ്കരിച്ച് റസൂലുള്ളാഹിയുടെ കാലുകൾ നീര് കെട്ടി വീർക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, നബിയേ, മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലയോ? പിന്നെന്തിനാണ് ഇങ്ങനെയുള്ള നമസ്കാരം? ഫർള് നമസ്കാരങ്ങളല്ല റസൂൽ നമസ്കരിക്കുന്നത്. ആ നമസ്കാരങ്ങൾ ഖളാ വീട്ടിയല്ല റസൂൽ നമസ്കരിക്കുന്നത്. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തല്ല നമസ്കരിക്കുന്നത്. പിന്നെയോ ളുഹയല്ല, അവ്വാബീനല്ല. പിന്നെ ഏത് നമസ്കാരമാണ്? പാതിരാത്രി സമയത്ത് പടച്ചറപ്പിന്റെ സമക്ഷത്തിലേക്ക് ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ നിറഞ്ഞിത്തരനായി കുറഞ്ഞുകൊണ്ട് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് റസൂലുള്ള മുത്തലക്കൻ സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് കാലിൽ നീര് കെട്ടി വീർക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, ഇത്രയേറെ ത്യാഗം വരിച്ചുകൊണ്ട് നബിയെ തങ്ങൾ എന്തിനാണ് നമസ്കരിക്കുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ? നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ? അപ്പൊ നന്ദിയുള്ള അടിമയുടെ സൂചനയാണ് എന്ത്? നിസ്കാരം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അവൻ നിസ്കാരം നിലനിർത്തും. ഏത് നിസ്കാരം? തഹജ്ജുദ് നിസ്കരിക്കും. മറ്റേ നിസ്കരിക്കും എന്നുള്ള പറയേണ്ട കാര്യമില്ല, കാരണം അത് അവന്റെ കടമയാണ്. അവൻ നന്ദി സൂചിപ്പിക്കല്ല, അതവന് ഫർദ് ഐനായ കാര്യമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ഇടി കിട്ടും. തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യമാണ് ഇപ്പൊ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴാണ് റബ്ബിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നവരാകുക, സുജൂദ് കൊണ്ടടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ റമളാനിൽ നിലനിർത്തിയത് ഒരാഴ്ചയായിട്ട് ഇപ്പൊ വിട്ടുപോയതാണ്. അത് തിരിച്ചു കൊണ്ടുവരണം. വലിയ പാടവസ്ഥ, ഭയങ്കര മഴ, നല്ല റാഹത്തായിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സമയം. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷനാണ് ഇത്. നിനക്കൊരു പ്രളയമാകാതിരിക്കാൻ, നിനക്കൊരു ബുദ്ധിമുട്ടേക്കാതിരിക്കാൻ, നിനക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് ഒന്നടങ്കം ഒരു വിപത്താകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. ഒരാൾ തെറ്റിയതാൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു ശിക്ഷിക്കും. അങ്ങനെയാണ്. ഒരാൾ തെറ്റിയതാ മതി. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞത് ആരാണ്? ഖുദാർ ഇബ്നു സാരിഫാൻ, ഒരു വ്യക്തിയാണ്. പക്ഷെ ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു ശിക്ഷിച്ചു. ഖുർആൻ പറയുന്നില്ലേ? സാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ ചരിത്രം അറിയില്ലേ? ഖുർആനിൽ പറഞ്ഞ ചരിത്രമല്ലേ? ഖുർആനിൽ 90% ചരിത്രങ്ങളാണ്, 10% മാത്രമേ അഹ്കാമുകളുള്ളൂ. അപ്പൊ പഠിക്കണം നമ്മുടെ ചരിത്രങ്ങൾ. സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് കുറെ ദിവസം പറയേണ്ടി വരും. എന്നാലും ഇതൊക്കെ തീരുള്ളൂ. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. بسم الله الرحمن الرحيم ويا قوم هذه ناقة الله لكم آية فذروها تأكل في الأرض ولا تمسوها فيأخذكم عذاب قريب فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب. സൂറത്ത് ഹൂദ് വിശുദ്ധ ഖുർആൻ പറയാണ്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഏത് സമൂഹത്തിലേക്ക്? സമൂദ് എന്ന ഗോത്രത്തിലേക്ക്. ആ ഗോത്രം എവിടെയാണ്? മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെയുള്ള ഹിജറ എന്ന പ്രവിശ്യയിലാണ് സമൂദ് എന്ന ഗോത്രം വസിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ അങ്ങോട്ട് പറയാണ്, അത് പറയാനല്ല. ഞാൻ എന്തിനാ ഈ ചരിത്രം പറയുന്നത്? എന്തിനാ? ഒരാള് തെറ്റിയിരാല് ഒരു സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കാമി പറയും അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ശിക്ഷിച്ച ചരിത്രമാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ ശിക്ഷിച്ചു ഒരു സമൂഹത്തെ അല്ലാഹു ഒന്നടങ്കം ശിക്ഷിച്ചു. ആരാ ചരിത്രം പറയുന്നുണ്ട്? നമുക്കറിയില്ല ചരിത്രം. ആ കേട്ടോളി, പഠിച്ചോളി. സൂറത്ത് ഹൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല, സൂറത്ത് ശംസിൽ അല്ലാഹു പറയുന്നുണ്ട് അല്ലേ? كذبت ثمود بالطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. سورة الشمس. ഒരുപാട് പറയാനുണ്ട് ആ വിഷയം. വളരെ ചുരുക്കി പറയാം. മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെയുള്ള ഹിജറ എന്ന സ്ഥലത്താണ് ഏത് ഗ്രാമം വസിക്കുന്നത്? ഏത് നാട്ടുകാര്? സമൂദ് എന്ന ഒരു ഗോത്രം വസിക്കുന്നത്. ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഗോത്രത്തിലേക്ക് അല്ലാഹു അയച്ചു ഒരു പ്രവാചകനെ. ആ പ്രവാചകന്റെ പേരാണെന്ത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാം. വഇലാ സമൂദ അഖാഹും സാലിഹ. വിശുദ്ധ ഖുർആൻ. സമൂദ് എന്ന ഒരു ഗോത്രത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി അയച്ചത്. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഗോത്രത്തിലേക്കും പട്ടണത്തിലേക്കും ഒക്കെയാണ് അയച്ചിട്ടുള്ളത്, മുത്തുനബി ഒഴികെ. മുത്തുനബിയെ മാത്രം അയച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകരിലേക്ക് മുഴുവനും പ്രബോധകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വേറൊരാളെയും അങ്ങനെ യൂണിവേഴ്സൽ മെസ്സഞ്ചറായി ലോകത്തിലേക്ക് മുഴുവൻ പ്രബോധകനായി അയച്ചിട്ടില്ല. മുത്തുനബി അല്ലാതെ വേറെ ആരെയും അയച്ചിട്ടില്ല. ബാക്കിയുള്ള 1,24,000 പേരിൽ 1,23,999 പേരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഒന്നുകിൽ ഗോത്രം അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് മാത്രം. ഒക്കെ വേറെ സബ്ജക്റ്റാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും സമൂദ് എന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നിയോഗിച്ചു. പ്രവാചകന്റെ പേരെന്താണ്? സാലിഹ് നബി അലൈഹി സ്വലാം. അദ്ദേഹം ചെന്നുകൊണ്ട് അവരോട് പ്രബോധനം നടത്തി. അവർ ബിംബാരാധകരാൻ. അവരോട് പറഞ്ഞു അല്ലാഹുവിൽ വിശ്വസിക്കൽ, പടച്ചറബിനെ പരിചയപ്പെടുത്തി.
അവരുടെ പ്രവാചകനാണ് സാലിഹ് നബി അലൈഹി സ്വലാം. സാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിക്കാൻ പറഞ്ഞു. ആ സമൂഹം ഒന്നടങ്കം അവിശ്വസിച്ചു. അവർ പറഞ്ഞു, അതെ, ആ കാണുന്ന പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന്, ആ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് ഒരൊട്ടകം പ്രസവിക്കണം, ഒരൊട്ടകം കടന്നു വരണം. ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തണം, പാല് കുടിക്കാൻ കഴിയണം. എവിടുന്ന് ആര് പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പാറ പ്രസവിക്കണം, പാറക്കെട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ആവശ്യപ്പെടുക. അതാണ് അവരുടെ ഉദ്ദേശം, വേറൊന്നുമല്ല. സാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹയോട് പറഞ്ഞു, പടച്ചറബ് ഇങ്ങനെയാണ് കൗമ പറയുന്നത്. അള്ളാഹ് പറഞ്ഞു, സാലിഹ് നിന്റെ ചൂണ്ടുവിരൽ നീ അങ്ങോട്ടൊന്ന് ചൂണ്ടിക്കേ ആ പാറക്കെട്ടിലേക്ക്. പാറ പൊട്ടും, പാറ പ്രസവിക്കും, അതിലൂടെ ഒട്ടകം വരും. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാം ഒട്ടകത്തിന്റെ പറഞ്ഞ ഭാഗത്തേക്ക്, ഇവർ പറഞ്ഞ പാറക്കെട്ടിലേക്ക് വിരൽ ചൂണ്ടി മുഅ്ജിസത്ത്, അമാനുഷികമാകുന്ന കഴിവെന്നതോടുകൂടി ആ പാറ പ്രസവിക്കുകയാണ്. പ്രസവവേദന അനുഭവിച്ചു. പണ്ഡിതന്മാരെ രേഖപ്പെടുത്താൻ മുഫസ്സിരീങ്ങൾ, ഒരു ഉമ്മ പ്രസവവേദന അനുഭവിക്കുന്നത് പോലെ വല്ലാത്തൊരു വേദന അനുഭവിച്ചുകൊണ്ട് പാറ കരയാൻ തുടങ്ങി, പാറ പൊട്ടാൻ തുടങ്ങി. അതിൽ നിന്നൊരു ഒട്ടകം പുറപ്പെട്ടു. ആ ഒട്ടകം നേരെ ഇറങ്ങി വന്നു. ആ ഒട്ടകത്തിന്റെ പാല് ചുരത്താൻ തുടങ്ങി കൗമ. അവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിച്ചോളി, റാഹത്തായ നിലയിൽ ഇതിന്റെ പാല് കുടിച്ചോളി നിങ്ങൾ. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം കൊടുക്കണം, ഒരു ദിവസം നിങ്ങൾ വെള്ളം കുടിക്കണം. കിണർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കിണറ്റിൽ നിന്ന് വെള്ളം പാനം ചെയ്യാൻ ഒരു ദിവസം ഒട്ടകം, ഒരു ദിവസം നിങ്ങൾ. അങ്ങനെ ഊഴം നിശ്ചയിച്ചു കൊടുത്തു. അതൊരു പരീക്ഷണമായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ ദിവസം നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല, നിങ്ങളുടെ ദിവസം ഒട്ടകം കുടിക്കൂല. അങ്ങനെ ഊഴം നിശ്ചയിച്ചു കൊടുത്തു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ തലേന്ന് ശേഖരിച്ചു വെച്ചോ, അത് പ്രശ്നമല്ല. അനുമതി കൊടുത്തു. ഒട്ടകത്തിന് ഇവർ ഓൾറെഡി ശേഖരിച്ചു വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷെ കള്ളു കുടിക്കുന്നതാകുന്ന സമൂഹത്തിൽ ഖുദാർ എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യൻ, ബിംബാരാധകനാകുന്ന മനുഷ്യൻ, അവൻ കള്ളു കുടിക്കുന്ന സമയത്ത് കള്ളിൽ ചേർക്കാൻ വേണ്ടി ഫുൾജാർ സോഡ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വെള്ളമില്ല. ഇപ്പൊ ഫുൾജാർ സോഡയുടെ കാലഘട്ടമാണ്. ഈ ഫുൾജാർ സോഡ എവിടെ നിന്ന് ഇറങ്ങിയത്? എന്റെ കയ്യിൽ ഇന്നലെ ഒരാളൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. കറക്റ്റ് അതിന്റെ സംഭവം. ഫുൾജാർ സോഡ എന്ന് പറയുന്ന സംഭവം, അതിന്റെ ഒറിജിനൽ കള്ളു കുടിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ കത്തും. അത് കള്ളുകൂടിയിരുന്ന് വന്ന സംഭവമാണ്. ലൈവ് ആയതുകൊണ്ടാണ്, കുറച്ചുപേര് കേട്ടോട്ടെ, വൈറലാവുകയാണെങ്കിൽ വൈറലായിക്കോട്ടെ. വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. വീഡിയോ ആയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഇറങ്ങാം. എന്താ സംഭവം? അത് വലിയ വലിയ കള്ളിഷാപ്പിൽ പോയവർക്കറിയാം. കള്ളിഷാപ്പിൽ ഇരുന്നുകൊണ്ട് ഒരുത്തൻ വിട്ട വീഡിയോ ആണ്. എന്താണ്? വലിയൊരു കള്ളിഷാപ്പിൽ. എങ്ങനത്തെ കള്ളിഷാപ്പാണ്? എങ്ങനത്തെ കള്ളിഷാപ്പ്? നമ്മൾ ഈ ലോക്കൽ ഐറ്റം അല്ല. ചാരായ അടിച്ചിട്ട് ചാരായ അടിച്ചിട്ട് റോഡിൽ കടന്ന് വിലസുന്ന കഥയല്ല. വലിയ വലിയ കള്ളിഷാപ്പിൽ കയറിയിട്ട് അവിടെ ചെന്നുകൊണ്ട് ചിലർ കള്ളു കുടിച്ചിട്ട് ആ കള്ളിനകത്ത് തന്നെ എന്ത് ചെയ്യും? തീ കത്തിച്ചൊക്കെ വെച്ചു കൊടുക്കും. അങ്ങനത്തെ കള്ളിഷാപ്പാണ്. അത് കള്ളു കുടിക്കുന്നവരോട് ചോദിച്ചറിയാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ചെറിയൊരു ഈ പറഞ്ഞതിൽ ഉള്ളിലിടുന്നത് പോലെ ഗ്ലാസിനകത്ത് സാധനം ഒഴിച്ചിട്ട് ഒരല്പ സാധനം ഒഴിക്കും. അതുപോലെ മറ്റേതിനകത്ത് സോഡയ്ക്ക് പകരം ഒഴിക്കുന്നത് ബിയറാണ്. ബിയർ പരിപൂർണമായിട്ട് ഒഴിച്ചിട്ട് ഇതിനുള്ളിൽ, ഈ ചെറിയതിനുള്ളിൽ വേറെ സാധനം ഒഴിക്കാൻ, ലിക്വിഡാണ്. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല, കള്ളുമായി ബന്ധപ്പെട്ടതാണ്. ആ സാധനം അതിൽ ഒഴിച്ചതിന് ശേഷം അതിന് തീ കത്തിക്കാൻ, തീ കത്തിച്ചിട്ട് ഇതിനുള്ളിലോട്ടൊന്ന് ഇറക്കി വെക്കും. അതൊക്കെ പോകുമ്പോൾ പതങ്ങി ഇങ്ങനെ പൊന്താണ്. അത് ആ ബിയറിന്റെ അത് ആ പൊസിഷൻ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കുടിനീരാക്കി ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. സംഭവം അതിങ്ങനെ വെള്ളം പുറത്ത് കാണിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അതിന് വിഷയം. ഇതിന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞു തരാണ്. സത്യത്തിൽ ഈ കള്ളു കുടിക്കുന്നതിൽ നിന്ന് വന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ പരിപാടിയാണത്. അത് അതേപോലെ ഇങ്ങനെ ചില ഷാമ്പൂ കണ്ടിട്ടില്ലേ? ഈ വലിയ നമ്മള് ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും ഒക്കെ ജയിച്ചതിന് ശേഷം അടിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അതേപോലെ പതിഞ്ഞ് നുരഞ്ഞ് പൊന്തും ഇതിങ്ങനെ. അതാണ് സംഭവം. നമുക്ക് ഹറാമാണ്, അവർക്കത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ അവർ വേറെ കൗമാണ്. അവർക്കത് പ്രശ്നമല്ല. അവർ ദുനിയാവ് സ്വർഗമായി കണക്കാക്കുന്ന കൂട്ടരാണ്. നമ്മൾ ആ രീതി പാടില്ല. ഒരല്പം പോലും കളയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങൾ, കുലു വശ്റബു വലാ തുസ്രിഫു, കഴിക്കൻ കുടിക്കൻ ദുർവ്യയം ചെയ്യരുതേ വിശുദ്ധ ഖുർആൻ. കഴിച്ചോ കുടിച്ചോ പ്രശ്നമല്ല, വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം നടത്തരുതേ. നമ്മൾ കളയാണിത്. അപ്പൊ കളയാതെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് നടത്തിയാലോ ഉസ്താദേ? ആയിക്കോട്ടെ, പ്രശ്നമുള്ള കേസല്ല.
കളയാണ് അധികവും. നീയൊരു പാത്രം വെച്ചിട്ട് നീ കാണിച്ചിട്ട് ആ പാത്രത്തിനുള്ളിലാക്കി അത് നീ കളയരുത്. പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കളയാനല്ല, അത് നീ കുടിച്ചോ എന്നാ കുഴപ്പമില്ല. പാനീയത്തെ നമ്മൾ ഒരിക്കലും വെറുക്കല്ല. പക്ഷെ ഇതിന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞതാണ്. ഇത് കള്ളിന്റെ ഒരു മോഡലാണ് ഈ വന്നിട്ടുള്ളത്. അത് തിരിച്ചറിയാത്തവർ തിരിച്ചറിഞ്ഞോളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് വലിയ വലിയ കള്ളിഷാപ്പ് ഞാൻ പറയാം, പട്ടച്ചാര അടിച്ചവനോട് പറഞ്ഞാൽ തിരിയൂല. വലിയ വലിയ ബാർ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അവിടെ കൂടിയ വലിയ റമ്മും വലിയ സംഭവങ്ങളൊക്കെ അടിച്ചവന്മാർക്ക് മാത്രമേ ഈ പറഞ്ഞത് തിരിയുള്ളൂ, അല്ലാത്തവർക്ക് ഇത് തിരിയൂല. അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളോട് അവരോട് ചോദിച്ചാൽ മതി, എന്റെ മുസ്ലിം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ശരിയാണോ? അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ്, കറക്റ്റ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊരാൾ അതേപോലെ ഒരു ഹോട്ടലിൽ ഇരുന്നുണ്ട് സാധനം വാങ്ങിച്ചിട്ട് അയാൾ ഇരുന്ന് അടിക്കുന്നത് അയാൾ കാണിച്ചു കൊടുക്കാൻ അതിന്റെ രൂപം വീഡിയാണ് എനിക്ക് ഞാൻ പറഞ്ഞത്. ഏതുമായിക്കോട്ടെ, കളയുന്നത് പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെയും അതിന്റെ പാനീയങ്ങളും നിങ്ങൾ കുടിച്ചോളിയും, പ്രശ്നമില്ല. ഈ ഒട്ടകത്തെയും അതിനെ നിങ്ങൾ കൊന്നുകളയരുത് എന്ന് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ഉത്ബോധന നടത്തി. കള്ളു കുടിക്കുന്നതാകുന്ന ഖുദാർ എന്ന് പറയുന്ന ആ സമൂഹത്തിൽപ്പെട്ട മനുഷ്യൻ, അവൻ ആ കള്ളിന്റെ കുപ്പിയെടുത്തു, അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ വെള്ളമില്ല, വെള്ളം കിട്ടാനില്ല, കള്ള് മാത്രം ഓന്നണം. അപ്പൊ അവൻ പറഞ്ഞു, ഈ ഒട്ടകത്തിന് കുടിക്കാൻ കൊടുത്തത് കൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം വെള്ളമില്ലാതായത്, ഒട്ടകത്തങ്ങ് ഇല്ലാതാക്കാം. അവൻ അതിനുവേണ്ടി തുനിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ബാക്കിയുള്ളവരെല്ലാവരും അവന്റെ തെറ്റുകൊണ്ട് സമ്മതിച്ചു. ആരും അനങ്ങിയില്ല. ഇന്ന് സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റതാണ്, ജനങ്ങൾക്കിടയിലുള്ളതാകുന്ന തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിന് പ്രചോദനം കൊടുക്കും. ഒരാളെ അടിക്കാൻ പോവാൻ, ജുമായ്ക്ക് ശേഷം കൊണ്ട് അടിക്കാൻ പോവാൻ, ഇല്ലെങ്കിൽ അസർ കഴിഞ്ഞിട്ട് ഒരാളെ അടിക്കാൻ പോവാൻ, വേറൊരാളെ തല്ലാൻ പോവാൻ. അപ്പൊ ഇവൻ പതുക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതാ പണ പരിപാടി. പുറകെ നിന്ന് കൊടുക്കുക. അതിന് കുറ്റമില്ലാന്നാ നീ കരുതുന്നത്, പക്ഷെ ഏറ്റവും വലിയ കുറ്റവാളിയാണ്. അല്ലാഹു ആക്കട്ടെ. അല്ലെങ്കിൽ അവന്റെ ചെവിയെ പോയിട്ട് പറഞ്ഞ മുട്ടിക്കൊടുക്കുക, നിന്നെ കുറിച്ച് അങ്ങനെ പറയുന്ന ഞാൻ കേട്ടായിരുന്നു കേട്ടോ, നമ്മളെ സാക്ഷിയെ. പിന്നെ അവനോടത് പറയണ്ട, ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയണ്ട, രണ്ട് തല്ലു കൊടുത്തേ തച്ചേക്കവനെ. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. തെറ്റിൽ സഹവസിക്കുക, മറ്റുള്ളവരോട് സഹവസിക്കുക. ഇല്ലെങ്കിൽ ഒരാളെ തെറ്റ് കാണിച്ചു, തെറ്റാണെന്നുള്ള സമൂഹം മുഴുവൻ തിരിച്ചറിഞ്ഞു, പ്രതികരിക്കുന്നില്ല, അനങ്ങാതെ നിൽക്കുക പാടില്ല. അവർക്ക് മുഴുവൻ ശിക്ഷയുണ്ടാവും. എന്തുകൊണ്ട്? സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു കളയാൻ വേണ്ടി ഖുദാർ എന്ന മനുഷ്യൻ തീരുമാനിച്ചപ്പോ അവനോട് ജനങ്ങൾ മുഴുവനും സഹവസിക്കുകയാണ്, സംതൃപ്തരാവുകയാണ്. കذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ ചൂണ്ടിക്കൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുകയാ, ഈ ഒട്ടകം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ഒട്ടകമല്ല. ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഒട്ടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് പറഞ്ഞ ഒരേ ഒരു ഒട്ടകം ഖുർആനിൽ പറഞ്ഞത് ഏത് മാത്രമേ ഉള്ളൂ? ചരിത്രത്തിൽ സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. മുത്തുനബിയുടെ ഒട്ടകത്തെ പറ്റി പോലും അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടില്ല. വളരെ പഠിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. കുറെ പഠിക്കേണ്ട വിഷയമുണ്ടാ. ഞാൻ പതുക്കെ പതുക്കെ ഒരു ക്ലാസ് രൂപത്തിലൊക്കെ പോകുന്നത്. പിന്നെ ഇന്ന് നോമ്പ് പിടിച്ച് നിങ്ങളൊക്കെ ക്ഷീണിച്ചിട്ട് ഇരിക്കുകയായിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ പോട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നല്ലതുപോലെ ശ്രദ്ധിച്ചു. كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها
ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞു, ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ. ഈ ഒട്ടകം ഒരു സാധാരണ ഒട്ടകമല്ല, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യപ്രകാരം പാറക്കെട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചതാണ്. ഈ ഒട്ടകത്തിന്റെ പാല് കുടിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളണേ എന്ന് സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ട് പോലും ആ സമൂഹത്തിൽ നിന്ന് ഒരാളെ തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒളിഞ്ഞു നിന്നുകൊണ്ട് ചാട്ടുളി പ്രയോഗം നടത്തുകയാണ്. ഒട്ടകം മറിഞ്ഞു വീണപ്പോ ഓടിച്ചെന്നുകൊണ്ട് അതിന്റെ കണങ്കാലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ്. ഖുർആൻ പറഞ്ഞത് അദ്ദേഹം വെട്ടി വീഴ്ത്തിയ നല്ല ഖുർആൻ പറഞ്ഞത് സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം മുഴുവനും ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹാ. സാലിഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് ചെന്നുകൊണ്ട് പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ 3 ദിവസമാണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. തമത്തൂ ഫീ ദാരികം 3 അയ്യാം ذلك وعد غير مكذوب. 3 ദിവസങ്ങൾക്ക് ശേഷം അതികഠിന കഠോരമാകുന്ന ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ്, വരുന്നതാണ്. നിങ്ങളുടെ കോലം മറിക്കുന്നതാണ്, ഈ ഭൂമിയെ തകിടം മറിക്കുന്നതാണ്. 1-ാമത്തെ ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് 5000-ഓളം വരുന്ന സമൂദ് ഗോത്രക്കാരുടെ മുഖം മുഴുവനും മഞ്ഞ നിറമാകുകയാണ്, കടുത്ത മഞ്ഞ നിറമാവുകയാണ്. 2-ാമത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോ സർവരുടെയും മുഖം മുഴുവനും ചുവന്ന നിറമാവുകയാണ്. 3-ാമത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോ സർവരുടെയും മുഖം മുഴുവനും കറുകറുത്തു പോയത്രേ. 4-ാമത്തെ പ്രഭാതം അവരെ അല്ലാഹു കാണിച്ചില്ല. കذبت ثمود بطغواها فدمدم عليهم ربهم بذنبهم فسواها. ഒരാള് തെറ്റ് ചെയ്തപ്പോ ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു തലകുത്തനെ നിർത്തിയത്രേ. ആ നാടിനെ മുഴുവനും അല്ലാഹു തലകീഴായി മറിച്ചുകൊണ്ട് ശിക്ഷിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരെയും 5000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. സമൂദ് ഗോത്രക്കാർ എത്ര പേരാണ്? 5000 ആളുകൾ. ഒരാള് തെറ്റ് ചെയ്തപ്പോ 4099 പേരെ കൂടെ പിടിച്ച് മൊത്തം കൂടി തകടം മറിച്ചു. എന്തുകൊണ്ട്? തെറ്റിന്മേൽ ബാക്കിയുള്ളവരോടൊപ്പം റാഹത്തായ നിലയിൽ നിലകൊണ്ടു. അത് വലിയ തെറ്റാണ്. അല്ലാഹു മലക്കാകട്ടെ. ഇന്ന് നമുക്കിടയിലുള്ള ഏറ്റവും വലിയ തെറ്റും അത് തന്നെയാണ്. അത് മാറ്റണം. അപ്പൊ നന്ദിയുള്ളതാകുന്ന ദാസനായി നമ്മൾ മാറണം. നന്ദിയുള്ള ദാസനായി മാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 പറഞ്ഞത്, ബാക്കി 2 നമുക്ക് പിന്നെ പറയാം. അല്ലേ? അവിടെ പറയണം, പറഞ്ഞിട്ടങ്ങ് ദ്വാരക്കല്ലേ? പറയണോന്നുള്ളവര് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ഈ 2 ഇപ്പൊ എന്താ പറഞ്ഞത് അതാദ്യം കേൾക്കട്ടെ. എന്തോ പറഞ്ഞത്? 2 എന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല. എന്താണ് 2 എന്ന് പറഞ്ഞത്? ദുനിയാവിലെ 4 നിധികളിൽ 2. ഒന്ന് ഏതായിരുന്നു? അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്ന നാവ്. 2-ാമത്തത് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം. 3-ാമത്തത് ബദനുൻ സാബിറുൻ. വേഗം നിർത്താൻ, വേഗം. മഴ ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉറങ്ങാൻ കൊതിച്ചിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. നോമ്പ് പിടിച്ച തന്നെയാണോ? നോമ്പ് പിടിച്ച ക്ഷീണിക്കണ്ടല്ലോ. അല്ലാഹു ആഫിയത്ത് തരട്ടെ. സൂമു തസ്ഹൂന നബി തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ നോമ്പ് പിടിക്കൽ ആരോഗ്യമുള്ളവരാകിൽ. സയ്യിദുനാ റസൂലുള്ളാഹി സൂമു തസ്ഹു, നിങ്ങൾ നോമ്പ് പിടിക്കൽ ആരോഗ്യമുള്ളവരാകിൽ. ഇപ്പൊ LCHF-ലേക്ക് കടന്നു, ഒക്കെ ആരോഗ്യമുള്ളവരായിക്കൊണ്ടിരിക്കുകയാണ്. കൗമല്ല. എന്താ കാര്യം? ഭക്ഷണം കുറെ നിയന്ത്രിച്ച് അരിയാഹാരം ഗോതമ്പാഹാരം ഒക്കെ കുറച്ചു, ആഹാരം കുറച്ചു. സത്യത്തിലൊരു നോമ്പ് പോലെയാണ്. അപ്പൊ നല്ല ആരോഗ്യം വേണ്ടിയെടുത്തു, കിലോ കുറഞ്ഞു. കറക്റ്റ് അനുഭവങ്ങൾ പറഞ്ഞതാണത്. സൂമു തസിഹു, നിങ്ങൾ നോമ്പ് പിടിക്കാൻ ആരോഗ്യമുള്ളവരാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് മാസത്തിൽ 3 നോമ്പ്, 13, 14, 15, 27, 28, 29 അയ്യാമു സൂദ് പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെയുണ്ട്. അയ്യാമുൽ ബീളും ഉണ്ട്, അയ്യാമുൽ സൂദും ഉണ്ട്. അയ്യാമുൽ ബീള്, അയ്യാമുൽ സൂദ്. അയ്യാമുൽ ബീള് ഏതാണ്? അറബി മാസത്തില് 13, 14, 15. അയ്യാമുൽ സൂദ് 27, 28, 29 ഒക്കെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്തായ നോമ്പുകളാണ്, പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. തിങ്കളാഴ്ച നോമ്പ് പിടിക്കണം, വ്യാഴാഴ്ച ദിവസം നോമ്പ് പിടിക്കണം. കഴിയുന്നവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോമ്പ് പിടിച്ചതിന് നമുക്ക് ക്ഷീണം വേണ്ട. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തത് ബദനുൻ സാബിറുൻ, ക്ഷമിക്കുന്നതാകുന്ന ശരീരം ആർക്കുണ്ടോ? ക്ഷമിക്കുന്ന ശരീരം ആർക്കുണ്ടോ? ക്ഷമിക്കുന്നതാകുന്ന ശരീരം ആർക്കുണ്ടോ? മൂന്നാമത്തെ നിധി അവന്റെ കൈവശമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 49 മക്കളുണ്ടായിരുന്നു. 35 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര മക്കള്? ഞാൻ പറഞ്ഞു ഒരു 10 ദിവസം വലുത് പറയണോ? വളരെ ശരിയാവും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര വിവാഹം കഴിച്ചു? 4 വിവാഹം കഴിച്ചു. എത്ര മക്കളുണ്ട്? 49 മക്കളുണ്ട്. 35 പേര് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ചെറുപ്പത്തിലെ 35 പേര് മരണപ്പെട്ടു പോയി. ബാക്കിയായത് 14 പേരാണ്. 14 പേരാണ് ബാക്കിയായത്. അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ഓതി പഠിച്ച വലിയ മഹാനാണ് അബ്ദുൽ വഹാബ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 35 പേര് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടും ക്ഷമിക്കാൻ സബക്കിന് വേണ്ടിയിരിക്കുന്നു, ക്ലാസ് എടുക്കാനിരിക്കുന്നു, ദറസ് എടുക്കാനിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നിട്ട് പറയും, എത്ര വർഷം ദറസ് നടത്തി? 40 വർഷം ദറസ് നടത്തിയ മഹാനാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയും, നിങ്ങൾക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. സബക്ക് തീരുമ്പോ അഥവാ ക്ലാസ് തീരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയും, ആ പറഞ്ഞ ആള് തന്നെ വന്നിട്ട് പറയും, ആ ജനിച്ചെന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അത് മരണപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് അത് സംഭവിക്കാറുണ്ടായിരുന്നു. അത്ര പെട്ടെന്ന്, ചിലപ്പോൾ ആ കുട്ടിയായിരിക്കുമല്ലോ, വേറൊരു കുട്ടിയായിരിക്കും. അത്ര പെട്ടെന്ന് ചെറുപ്പത്തിലേ തന്നെ ഒക്കെ മക്കൾ മരണപ്പെട്ടു പോവാ. നിങ്ങൾ നോക്കി, എല്ലാ മഹത്തുക്കളുടെയും മക്കള് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരീക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ നിങ്ങൾ പരിശോധിച്ചു നോക്കും. മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ അതിങ്ങോട്ട് വരുമ്പോ നമ്മൾ ക്ഷമിച്ചു നിൽക്കണം. എന്റെ മക്കൾക്ക് മുത്തുനബിയുടെ മക്കൾ മരണപ്പെട്ടതുപോലെ എന്റെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയലല്ല വലിപ്പം. മറിച്ച് നമുക്ക് ക്ഷമിക്കാൻ തയ്യാറാണ്. ആ സമയത്ത് നമ്മൾ നൈറ്റിയും വലിച്ചു കീറി റോഡെ കൂടെ നടന്ന് നെഞ്ചത്തടിച്ച് കവളത്തടിച്ച് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞ് ബഹളം വെച്ച് അട്ടഹസിച്ചു. മയ്യത്തെടുക്കുമ്പോ ഒരു കരച്ചിൽ, മയ്യത്തിന് പുറത്ത് കിടന്നൊരു കരച്ചിൽ, മുടിയലാണ് വലിച്ചു കീറിയിട്ട് ഒരു പരിപാടി. അങ്ങനെ കുറെ സീൻ കാണിച്ചിട്ട് അവസാനം പറയാം, എന്നാലും ഞാൻ ക്ഷമിച്ച എന്റെ മോൻ മരിച്ചു. അതല്ല ക്ഷമ എന്ന് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ സമീപത്തുകൂടി നടന്നു പോകുമ്പോ ആ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഒരു സ്ത്രീ ഇരുന്ന് കൊണ്ട് കരയുക. നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹു ഫസ്ബിരി, അല്ലാഹുവിനെ സൂക്ഷിക്കണേ പെണ്ണെ, നീ ഒന്ന് ക്ഷമിക്കണേ പെണ്ണെ എന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആരോണ് മരിച്ചു കിടക്കുന്നത്, ഖബറിൽ കിടക്കുന്നത്. അപ്പൊ ആ പെണ്ണുടനെ മുത്തുനബിയാണെന്ന് അറിയാതെ പറയാണ്, റസൂലുള്ളാഹിയാണെന്ന് അറിയില്ല. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കരഞ്ഞേനെ എന്ന് പറഞ്ഞു. മുത്തുനബി ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി അങ്ങ് പോയി. പുറകെ വന്ന സഹാബത്തിൽ ആരോ ഒരാൾ പറഞ്ഞു, പെണ്ണിനോട് പറഞ്ഞു, നീ ആരോടാണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയുമോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് ഓടിച്ചെന്നു. പെണ്ണ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അറിയില്ല നബിയെ, നബിയാണെന്ന് അറിയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇന്നമ സബറു ഇൻദ സദമത്തുൽ ഊല, ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ക്ഷമിക്കേണ്ടത് എവിടെയാണ്? ഞാൻ ആ പറഞ്ഞപ്പോ നീ അങ്ങ് ക്ഷമിച്ചിരുന്നെങ്കിൽ ഓക്കെ. ആ സമയത്ത് കടന്ന് ഒച്ചയും വെള്ളം ഇട്ടു. നമ്മളിലുള്ള അധിക ആളുകളും അങ്ങനെ തന്നെയാണ്. ഭയങ്കര കരച്ചിലും സീനും സൃഷ്ടിച്ചു വലിയ ഒച്ചയും ബഹളം ഉണ്ടാക്കി, എനിക്കെന്നാലും ഇങ്ങനെ വന്നല്ലോ, എനിക്ക് ആ ഗതി വന്നല്ലോ, ഇത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ബഹളം എല്ലാം വെച്ചിട്ട് പിന്നെ പറയും, ഓ ഞാനങ്ങ് ക്ഷമിച്ചേച്ചു നമ്മുടെ മകന്റെ കാര്യത്തിൽ. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു നിന്റെ ക്ഷമയുടെ കോലം. ഇതാണ് നമ്മുടെ ക്ഷമ. അതല്ല ക്ഷമ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെ ക്ഷമിക്കാൻ കഴിയണം.
വലിയ ധനികനായിരുന്നു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. തന്റെ കപ്പലിലുള്ളതാകുന്ന മുഴുവൻ സാധന സാമഗ്രികളും കടലിലേക്ക് മുങ്ങിപ്പോയി എന്നുള്ളതാകുന്ന വാർത്ത അദ്ദേഹത്തിന്റെ കാതിൽ വന്നുകൊണ്ടൊരു ശിഷ്യൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്പനേരം കഴിഞ്ഞപ്പോ അതേ ശിഷ്യൻ തന്നെ വന്നിട്ട് പറഞ്ഞു, നമ്മളുടെ കപ്പലിലുള്ള സാധനമല്ല കത്തി നശിച്ച് കടലിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ളത്, അത് വേറൊരാളുടെയാണ്, നമ്മുടെ സാധനമല്ല. മുഹീദ്ദീൻ ശൈഖ് ഭയങ്കര സാമ്പത്തികമുള്ള ആളാ, ലോക്കൽ ആളല്ല, ഭയങ്കര കാശായിരുന്നു, ഭയങ്കര ആസ്തിയുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ തഖ്വ ആർജിച്ചു വെച്ചു. അവിടെയാണ് വിഷയം. അപ്പൊ അദ്ദേഹം അല്പനേരം മൗനം അവലംബിച്ചിട്ട് വീണ്ടും പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, സാധാരണ രീതിയിൽ ഉസ്താദിന് ഞങ്ങൾ കാണാത്ത രീതിയിൽ 2 പ്രാവശ്യം നമ്മുടേതാണ് കത്തി നശിച്ചത് എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു, നമ്മളുടേതല്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മുടേതാണെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞത് ഈമാൻ കൊണ്ടാണെന്ന് പറയാം. നമ്മുടേതല്ല എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാ? മറ്റുള്ളവരുടെ ആണെന്ന് കരുതിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞതാണോ? അല്ല. പിന്നെന്തിനാ? ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റേതാണ് കത്തി നശിച്ചത് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എന്റെ മനസ്സിന് വല്ല ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ? ദുന്യാവിന്റെ വസ്തുക്കൾ വല്ലതും നഷ്ടപ്പെട്ടതു പോയതിന്റെ പേരിൽ എന്റെ ഹൃദയത്തിന് വല്ല ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലേക്ക് നോക്കിയപ്പോ എന്റെ മനസ്സ് പതറിയിട്ടില്ല, ചെതറിയിട്ടില്ല. ആ മനസ്സ് കുലുങ്ങാത്തത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, എന്റെ മനസ്സിന് ക്ഷമ നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതി. നിങ്ങളുടെതല്ല സാധനം നഷ്ടപ്പെട്ടത് പോയത് മറ്റൊരാളുടെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കി. എന്റെ മനസ്സിന് വല്ല സന്തോഷവും വന്നിട്ടുണ്ടോ? വേറൊരാളുടെയാണെന്ന് അറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എന്റേതല്ലല്ലോ എന്ന രീതിയിൽ എന്റെ മനസ്സിന് വല്ല മാറ്റൊരു സൃഷ്ടിച്ചിട്ടുണ്ടോ? മനസ്സിന് വല്ല സന്തോഷം ആടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോ എന്റെ മനസ്സിനൊരു കുഴപ്പമില്ല. എങ്ങനെയാണോ നിലകൊണ്ടത് അതേ രീതിയിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അപ്പോഴും എന്റെ മനസ്സിന് മറ്റൊരാളുടെ വിഷയത്തിൽ പോലും ഇളക്കം വരാത്ത രീതിയിൽ നിർത്തിയ പടച്ച റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ സ്തുതിച്ചു. ആ ഒരു രീതിയിലാകണം നമ്മുടെ ഖൽബ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ബദനുൻ സാബിറുൻ, ക്ഷമിക്കുന്ന ശരീരം. അതാണ് ക്ഷമിക്കുന്നത്. മക്കൾ മരണപ്പെട്ടു പോയി 35 പേരും, കുഴപ്പമില്ല, തവക്കലത്തു അലല്ലാഹ്, പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം മകനെ മടിയിൽ വെച്ചുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ കണ്ണീര് വാർക്കുകയാണ്, കരയാൻ. നബിതങ്ങളോട് ചോദിച്ചു, നബിയെ തങ്ങൾ കരയോ? നബിതങ്ങൾ പറഞ്ഞു, ഇതൊരു കരച്ചിൽ, കാരുണ്യത്തിന്റെ കരച്ചിലാണ്. ഇന്നഹു ലാ യർഹം വലാ യുർഹം, കരുണയില്ലാത്തവൻ അല്ലാഹു കരുണ ചെയ്യൂല. സയ്യിദുനാ റസൂലുള്ളാഹി, അതൊരു കാരുണ്യത്തിന്റെ കരച്ചിലാണ്. മക്കൾ മരിക്കുമ്പോ കരയണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് വാവിട്ടുള്ള നിലവിളിച്ചൽ. ലൈസ മിന്നാ മൻ ശദ്ദൽ ഖുദൂദ വൽ ജുയൂബ്, പോക്കറ്റുകൾ വലിച്ചു കീറുക, നെഞ്ഞത്തടിക്കുക, കവളത്തടിക്കുക, വളറബൽ ഖുദൂദ്, കവളത്തടിക്കുക, അങ്ങനത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ 3 നിധികൾ പറഞ്ഞു. ഒന്ന് ദിക്ർ ചെല്ലുന്ന നാവ്, 2 നല്ല ഹൃദയം, പരിപൂർണമായി അള്ളാഹുവിന്റെ സംതൃപ്തിയിലായി ശുക്രിലായി നിലകൊള്ളുന്ന നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം, 3-മത്തത് ക്ഷമിക്കുന്ന ശരീരം, 4-മത്തത് വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, നിങ്ങളുടെ ദീനിന് സഹായകമാകുന്ന ഭാര്യ നിങ്ങളുടെ നിധിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദീനിന് സഹായകമാകുന്ന ഭാര്യ. നിങ്ങൾ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു, നിങ്ങളോടൊപ്പം എഴുന്നേൽക്കുന്നു. ഒരു ദിവസം നിങ്ങൾ ഉറക്കത്തിൽ അങ്ങനെ മയങ്ങിപ്പോയി, കച്ചവടം കഴിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയതാണ്. അലാറം വെച്ചുകൊണ്ട് കൃത്യമായി ഇക്ക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഭാര്യയുണ്ടോ? സുബഹി നിസ്കരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാകുന്ന ഭാര്യയുണ്ടോ? അതല്ല, നിങ്ങൾ ഉറങ്ങാണ്, ആ കൂടെ കിടന്ന് ഉറങ്ങി, ഇക്കാടെ കൂടെ റാഹത്തായിട്ട് ഒരു ദിവസമെങ്കിലും കിട്ടുമല്ലോ സുഖമായിട്ട്. എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, നോക്കിയപ്പോൾ ഉണ്ട് സുബഹി ബാങ്ക് വിളിക്കുന്നുണ്ട്, റാഹത്ത്. കുറച്ചേരം കൂടെ ഇക്കാ പതപ്പെട്ട് കിടക്കുക. ബാങ്ക് വിളിച്ചോ? ഇല്ലേ, കുറച്ചേരം കടന്നു വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു വന്നതല്ലേ, നമുക്ക് കിടക്കാന്ന് പറഞ്ഞ് വീണ്ടും കിടക്കുന്ന കൗമപ്പെട്ട പെണ്ണാണോ? നാ ദീനിന് സഹായമല്ല, നിനക്ക് നിധി കിട്ടിയിട്ടില്ല. അങ്ങനെ നബി പറഞ്ഞ ഭാര്യ എന്നല്ല, ഭാര്യ നിധിയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ ദീനിന് സഹായകമാകുന്ന ഭാര്യ നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ, നിങ്ങൾക്ക് കിട്ടിയ ഭാര്യ ദീനിന് സഹായകമായിട്ടുള്ളതാണോ?
അല്ല എങ്കിൽ ഭാര്യമാരെ ചിന്തിക്കൻ, അതിനുവേണ്ടി നിങ്ങൾ ഭർത്താക്കന്മാരെ സഹായിക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാതിരാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ അല്പം വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നതാകുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവ്, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ അല്പം വെള്ളം തളിച്ചിട്ടെങ്കിലും നിർബന്ധിച്ച് വിളിച്ചുണർത്തുന്ന ഭർത്താവ്, നമസ്കാരത്തിന് വേണ്ടി പ്രദർശനം വരുത്തുന്ന ഭർത്താവിനും അല്ലാഹു കരുണ ചൊരിയട്ടെ. ആദരവായ ശഫീആയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ വർത്തിച്ചെങ്കിൽ മാത്രമേ, അഥവാ പരിപൂർണമായി ദീൻ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്കൂളുകൾ തുറക്കുന്നു, മദ്രസകൾ തുറക്കുന്നു. നമ്മുടെ മക്കൾക്ക് ആത്മീയതയും ഭൗതികവും വേണം. രണ്ടും വേണം. ഭൗതികവും വേണം, ആത്മീയവും വേണം. രണ്ടും വേണം. പക്ഷെ ഭൗതിക ഏത് കലാലയത്തിലേക്ക് വിട്ടാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ബേസിക്കായി നൽകേണ്ട ഒരു സ്ഥാനമുണ്ട്. അതാണ് മദ്രസ വിദ്യാഭ്യാസം. അത് നിർബന്ധമാണ്. അതാണ് ദീനിന്റെ അടിത്തറ. നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുക്കണമെന്നുള്ളതാണ് ആകത്തുക. മക്കളെ ദാക്കിരീകളാക്കണം, ഷാക്കിരീകളാക്കണം, അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നവരാക്കണമെങ്കിൽ, അവർ ദിക്റിലേക്ക് പോകണമെങ്കിൽ, അള്ളാഹുവിന്റെ ഫിക്റിലേക്ക്, ചിന്തയിലേക്ക് പോകണമെങ്കിൽ അവരെ എത്തിക്കേണ്ടത് ആദ്യമായി മദ്രസ എന്ന മഹിതമാകുന്ന കലാലയത്തിലേക്കാണ്. ആ ഒരു കലാലയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നാഥനായ റബ്ബ് നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്തരത്തിലുള്ളതാകുന്ന കലാലയങ്ങൾ ഇവിടെ റാഹത്തായ നിലയിൽ സൃഷ്ടിക്കപ്പെടണം. വളരെ മനോഹരമായ രീതിയിൽ ഒരു ബിൽഡിംഗ്, താഴത്തെ നില മുഴുവൻ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും സ്ഥിര വരുമാനവുമായിട്ട് മുകളിലോട്ട് നമുക്ക് മദ്രസയും, ആ ഒരു രീതിയിലാണ് കമ്മിറ്റി ഭാരവാഹികളുടെ ലക്ഷ്യം. അതിലേക്ക് ഇൻഷാ അല്ലാഹ് തുടക്കം എന്നോണം വേഗം ആദ്യത്തെ ദിവസമാണ്. വേഗം ഇൻഷാ അല്ലാഹ് 1 ലക്ഷം കഴിയുന്നവർ, 50,000 കഴിയുന്നവർ, 25,000 കഴിയുന്നവർ, 10,000 കഴിയുന്നവർ, ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് വേഗം പറയുന്നു. സ്ത്രീകളുടെ ഭാഗത്തും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിയുന്നവരൊന്ന് പറയും, അല്ലാഹു സ്വീകരിക്കട്ടെ. നോമ്പുകാരായി ഈ പാതിരാത്രി സമയത്ത് നമ്മൾ നിലകൊണ്ട് നോമ്പ് മുറിച്ചുകൊണ്ട് റബ്ബിന്റെ ദർബാറിലേക്ക് നമ്മൾ കരമുയർത്തുന്ന ഈ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു 2 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കണം. ആരും ധൃതി പിടിച്ചു പോകണ്ട. നിങ്ങൾ എല്ലാവരും ഇരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കോട്ടയത്തു നിന്ന് ഓടി നിങ്ങടുത്ത് വന്നത്. റമദാനിൽ ഇവിടുത്തെ സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരങ്ങൾ, ആ തൗഫീഖും അതുപോലെ തന്നെ പാവപ്പെട്ട ചെറുപ്പക്കാരി ഷമീറും ഒക്കെ തുടങ്ങിയ സഹോദരങ്ങൾ എല്ലാവരും കൂടി കൊല്ലം വരെ അവർ വന്നിട്ട് ക്ഷണിച്ചത്. അതുകൊണ്ട് എന്തായാലും അവരോടുള്ള സ്നേഹത്തിൽ നോമ്പ് പിടിച്ച് അവർ അങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനെ ഞാൻ തിരിച്ചിങ്ങോട്ടും വന്നു. അവർക്കൊരു തിരിച്ചൊരു സ്നേഹം, അതേ രീതിയിൽ ഞാൻ തിരിച്ചു വന്നതാണ്. അവർ അത്രയും ദൂരം വന്നിട്ടില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് അൽഹംദുലില്ലാ പതുക്കെ തടിയൂരാന്ന് കരുതി. പക്ഷെ ഇവർ ഇത്രയും ദൂരം വന്ന് ക്ഷണിച്ചതുകൊണ്ട് ഞാനും തിരിച്ച് അതേ ദൂരത്തിൽ സ്നേഹം കാണിച്ചു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് വേഗം ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്തിൽ കേട്ടോ. ഒരാൾ ആരാണ് പറഞ്ഞത്? പേര് പറഞ്ഞോളൂ. ഷാഫി. ഒന്നിറങ്ങിയെന്നോളൂ. 2-3 പേര് ഒന്ന് സ്ത്രീകളുടെ ഭാഗത്തോട്ട് നോക്കിയ വേഗം. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഷാഫി എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. 10,000 രൂപ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങളെ, പ്രയാസങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാ. കാലോപത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്ക ഈ സദഖയെ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാകട്ടെ. അടുത്തയാൾ പറഞ്ഞോളൂ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഭാഗമാക്കാകണ്ടാണ്. ഒരാൾ പോലും ഒഴിഞ്ഞു പോകരുത്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇപ്പൊ ആ മക്കളെ ഷെഡിലിരുന്നാണ് പഠിക്കുന്നത്. ഭൗതിക കലാലയത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ 25,000, 50,000 എത്ര വേണമെങ്കിലും നമ്മൾ കൊടുക്കും. MBBS-നൊക്കെ പറഞ്ഞു വിടുന്നവർ എത്ര ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. ദീനി വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തേ പ്രാമുഖ്യം കാണിക്കാത്തത്? വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു മദ്രസ, അതിന്റെ പുനരുദ്ധാരണം നിർബന്ധിത ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ അത് പുനരുദ്ധരിക്കുന്നത്. അല്ലാതെ ഇല്ലാത്തൊരു മദ്രസ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഒരു വർഷം ഉണ്ടാക്കല്ല, മറിച്ച് ഇവിടെ നിലനിന്നിരുന്ന ഒരു മദ്രസയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ്. അള്ളാഹു മദ്രസയിൽ പഠിച്ചിറങ്ങിയ ധാരാളം വിദ്യാർത്ഥികളുണ്ട്, ഈ നാട്ടിലുള്ള സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഷാഫി സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ 5,000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാ. നാളെ പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ഭാര്യയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് നൽകിയ സംഭാവനയാണ്. ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹവും പ്രതിബദ്ധതയുമാണ് അതിന് കാരണം. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. രണ്ടുപേർക്കുമിടയിലുള്ള സ്നേഹബന്ധം നീ നിലനിർത്തണേ അല്ലാ. അത് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കണേ അല്ലാ. നാളെ പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയെ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. സർവ്വവിധ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അടുത്തയാള് ബിസ്മില്ലാ ഒന്ന് ഇറങ്ങി. സ്ത്രീകളുടെ ഭാഗത്തൊന്ന് വേഗം നിങ്ങളെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന്റെ വള, മോതിരമൊക്കെ ദീനിന് വേണ്ടി കൊടുക്കൽ മദ്രസയ്ക്ക് വേണ്ടിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഒരു കൂട്ടം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ വിചാരണയുടെ പര്യവസാനം അവരെ നരകത്തിൽ കടത്താൻ വേണ്ടി അല്ലാഹു തുനിയുമ്പോ ഫയസ്മഉല്ലാഹു തആല ഫയഖറഉ സബിയ്യൻ മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്. അവരുടെ മക്കൾ പരിശുദ്ധമായ മദ്രസയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ സൂറത്ത് പരിശുദ്ധമായ ഖുർആനിക വചനം ഓതുകയാണ്. ഫയസ്മഉല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ പാരായണം അല്ലാഹു കേൾക്കുകയാണ്. ഫയർഫഉ അൻഹുൽ അദാബ 40 സനത. 40 വർഷത്തോളം അവരുടെ നരകീയ ശിക്ഷയെ തൊട്ട് ആ മക്കളുടെ ഖുർആനോദലിന് കാരണമായി അല്ലാഹു ഉയർത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിസ്സാരമാക്കരുത്. ചിലർക്ക് അങ്ങനെയുണ്ട്. കൊച്ചുകുട്ടികളെ ഒന്നും അറിയില്ല പറയാൻ പാടില്ല. കൊച്ചു കുട്ടികളെ പറഞ്ഞ് തള്ളരുത്. ഫാത്തിഹ സൂറത്ത് പഠിക്കുന്ന കുട്ടിക്കൊക്കെ വലിയ വിലയാണ്, നിസ്സാരമല്ല. ദീനിൽ ഭയങ്കര വിലയാണ്. നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നത് പല്ല് കേൾക്കാതെ കുളിക്കാതെ ആയിരിക്കും, അതല്ല വിഷയം. അവൻ പഠിക്കുന്ന സൂക്തങ്ങളുടെ വിലയാണ്, നിസ്സാരക്കാരനല്ല. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ട മക്കൾ പരിശുദ്ധമായ മദ്രസയിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നത് അല്ലാഹു കേൾക്കുമത്രേ. ഫയഖറഉ സബിയ്യുൻ മിൻ സുബിയാനിഹിം ഫിൽ കുത്താബി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫയസ്മഉഹു അല്ലാഹു തആല ഫയർഫഉ അൻഹുൽ അദാബ 40 സന. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹിമഹുല്ലാഹ് അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ എന്ന മഹത്തായ തഫ്സീർ ബൈലാവിൽ രേഖപ്പെടുത്തിയതായി കാണാം. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സംഭവമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിസ്സാര കാര്യമല്ല, ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അലവിക്കുട്ടി എന്ന സഹോദരൻ 5000 അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അലവിക്കുട്ടി എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നേരെയുള്ളത് ബിസ്മില്ലാ. വേഗം പറയ്. സ്ത്രീകളുടെ ഭാഗത്ത് നോക്കിയ ബിസ്മില്ലാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്നത് പറയും. തുക എത്ര ചെറുതായാലും വലുതായാലും ദീനിന് വേണ്ടിയല്ലേ കൊടുക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മടിക്കണ്ട. ചിലർക്കുണ്ടാവും ഞാനൊരു 5000 കൊടുക്കാൻ അല്ലെ 3000 കൊടുക്കാൻ നിയ്യത്ത് വെച്ചതാണ് എന്നാ അത് ചോദിച്ചില്ല ഉസ്താദ്. അങ്ങനെ കരുതണ്ട. നിങ്ങൾ എത്ര ആണെങ്കിലും നൽകിക്കോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ശേഷി റബ്ബിനറിയാം. ആ സാമ്പത്തികം അഭിവൃദ്ധപ്പെടാനുള്ളതാകുന്ന ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് അമൽ ചെയ്യാൻ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ.